ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു വലിയൊരു അബദ്ധത്തിൽ പോയി ചാടാതിരിക്കാനാണ് ഈ വീഡിയോ. റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ബിസിനസ് കോച്ചിങ് ക്ലബ്ബിൽ ബിസിനസ്സുകാരുടെ പേഴ്സണൽ വെൽത്ത് മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ചകളായിരുന്നു. അപ്പോൾ വെറും മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല, അത് ഗോൾഡ് ആവട്ടെ, മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, പിന്നെ PMS ആവട്ടെ, മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളാവട്ടെ, അങ്ങനെ ഒരു 10ഓളം ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളിൽ നമ്മുടെ ഫണ്ടിനെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് എടുത്തിട്ട് നമ്മളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു 10-15% ഗ്രോ ചെയ്യുന്ന ഒരു പാസീവ് വെൽത്ത് ഉണ്ടാക്കണം എന്നുള്ള ചർച്ചയായിരുന്നു. അപ്പോൾ ആ ചർച്ചയുടെ അവസാനത്തിൽ നമ്മളെല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഇതുവരെ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്തൊക്കെയെന്നുള്ളൊരു നെറ്റ്വർത്ത് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതൊക്കെ പെർഫോമിംഗ് ആണ്, ഏതൊക്കെ നോൺ പെർഫോമിംഗ് ആണ്, ഏതൊക്കെ വെറുതെ കിടക്കുന്ന ലാൻഡ് ഉണ്ട്, വെറുതെ കിടക്കുന്ന ബിൽഡിംഗ് ഉണ്ട്, വെറുതെ കിടക്കുന്ന സേവിങ് അക്കൗണ്ടിലുള്ള പൈസ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള അത് അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയൊരു ഒബ്സർവേഷനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് എവിടെയോ അവർ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവർ ബാങ്ക് മാനേജർ അടുത്ത് പോയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട്, ഈ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്. ബാങ്ക് അധികവും ആളുകൾ ചെയ്തിരിക്കുന്ന ഒരു റോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇൻഷുറൻസ് ലിങ്ക്ഡ് ഫണ്ടുകൾ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു എക്സാമ്പിളാണ്, ഇന്ന ബാങ്ക് ഒന്നുമില്ല, ഒരാൾ 1 ലക്ഷം രൂപ വെച്ചിട്ട് അയാൾ 7 വർഷത്തേക്ക് പൈസ ഇടുന്നുണ്ട്. വർഷത്തിൽ 1 ലക്ഷം ഒരു ഫണ്ടിൽ ഇടുന്നുണ്ട്. അത് മ്യൂച്വൽ ഫണ്ടല്ല, ഇൻഷുറൻസ് ലിങ്ക്ഡ് ഫണ്ടാണ്. അതിൽ എന്തായാലും പറയുക, ഒരു നല്ല ഐഡിയ അല്ല. ഞാൻ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇത് നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഈ ഫണ്ട് പിൻവലിക്കാൻ പറ്റില്ല. പിൻവലിക്കുമ്പോൾ ഭയങ്കര ലോസ് വരും. ഈ ഇടുന്ന 7 വർഷത്തിലും അവർക്ക് വർഷത്തിൽ 20,000 രൂപ വെച്ചിട്ട് ബാങ്ക് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. വർഷത്തിൽ 20,000, വെരി സില്ലി എമൗണ്ട്. എന്നിട്ട് 7 വർഷത്തിന് ശേഷം പിന്നെയുള്ള 7 വർഷം 1,14,000 വെച്ചിട്ട് ഇവർക്ക് റിട്ടേൺ കൊടുക്കേണ്ട. ലാസ്റ്റ് റിട്ടേൺ കൊടുക്കുന്ന 7 വർഷങ്ങളിൽ ആക്ച്വലി വേറെ പൈസ ഒന്നും അടയ്ക്കേണ്ടതില്ല. ഇൻ സമ്മറി, ടോട്ടൽ ഇവർ എൻഗേജ് ചെയ്യുന്നത് ഈ 1 ലക്ഷം അടക്കുന്ന 7 വർഷവും പിന്നെ 1,4 കിട്ടുന്ന 7 വർഷവും. അപ്പം 14 വർഷമാണ് ബേസിക്കലി നമ്മുടെ ഫണ്ട് ആ ബാങ്കിൽ കെട്ടിക്കിടക്കുന്നത്. ഈ ടോട്ടൽ 14 വർഷത്തിൽ നമ്മൾക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. നമ്മൾ അടച്ചത് 7 ലക്ഷം, നമ്മുടെ ഫണ്ട് അവിടെ കെട്ടിക്കിടന്ന് 14 വർഷം, നമുക്ക് ടോട്ടൽ കിട്ടിയത് 9 ലക്ഷം. ഇനി ഇതേ ഫണ്ട് ഇതേ മോഡലിൽ ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ETF ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, ഈവൻ ഒരു ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഏതെങ്കിലും ഒരു ഷെയറിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതേപോലെ നിങ്ങൾ വർഷത്തിൽ ഓരോ വർഷവും 1 ലക്ഷം വെച്ചിട്ടിടുക. ഒരു ആവറേജ് ഏത് ഫണ്ടായാലും ഒരു 13-15% ഗ്രോ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഈ ചെയ്ത പോലെ തന്നെ വേണമെങ്കിൽ അടുത്ത വർഷം ഇട്ടോളൂ. പക്ഷേ ഇടാതെ തന്നെ നമ്മൾ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത 7 വർഷം നിങ്ങൾ ഒന്നും ഇടണ്ട, ആ ഫണ്ട് അവിടെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് 14 വർഷം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നിങ്ങളെ ക്യാപിറ്റൽ ഈ 7 ലക്ഷമാണല്ലോ നിങ്ങൾ ഇട്ടിട്ടുള്ളത്, ഓരോ വർഷത്തിൽ ഓരോ വർഷമായിട്ട്. ടോട്ടൽ നിങ്ങളെ ക്യാപിറ്റൽ 30-33 ലക്ഷമായിട്ടുണ്ടാവും. എത്ര? 30-33 ലക്ഷം. ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഈ കാലഘട്ടങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ട് ഒരു ഫിംഗർ ട്രിപ്പിൽ പിൻവലിക്കാമായിരുന്നു. നിങ്ങൾക്ക് അതിന് ലോക്കിംഗ് പീരിയഡിൽ ഒരു എമർജൻസി വരുമ്പോൾ പിൻവലിക്കാം. ഏത് സമയത്ത് വേണമെങ്കിലും പിൻവലിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഓരോ സ്ഥലത്ത് പോയി പെടുക. അത് FD ഓറിയൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മളെ ലോക്കിംഗ് പീരിയഡ് ഉണ്ടാവുക 5 വർഷം 6 വർഷം 10 വർഷം നമുക്കത് പിൻവലിക്കാൻ കഴിയില്ല. അതുമല്ല, നമുക്കതിൻ്റെ ഇടയ്ക്ക് അത് അടയ്ക്കാൻ കഴിയാതായാൽ ഇതുവരെ അടച്ച പൈസ സ്വാഹാവുന്നൊരു സംവിധാനം കൂടി പലതിലും ഉണ്ടാകും. അപ്പോൾ ഇത്തരം ഫണ്ട്, കാരണം എൻ്റെ അടുത്ത് ഈ വിഷയമായിട്ട് വന്ന ഒരു 40% ആളുകളിലും അവർ ഇത്തരം ഫണ്ടുകളിൽ പെട്ടിട്ടുണ്ടെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫണ്ടുകളിൽ അവരെ പെടുത്തിയത് അവർ സ്ഥിരമായിട്ട് FDO അല്ലെങ്കിൽ ബാങ്ക് ബാലൻസോ വെക്കുന്ന ബാങ്കിൻ്റെ മാനേജർമാർ അവരെ പ്ലീസ് ഞങ്ങളെ ഒരു ഫണ്ടിൽ ഒരു വർഷത്തിൽ 1 ലക്ഷം അല്ല സാറേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവരെ പെടുത്തിയതാണ്. അപ്പം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഫണ്ടുകളിൽ പോയി പെടാതിരിക്കുക. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു 30 ലക്ഷം ആവേണ്ടിയിരുന്ന ഫണ്ടാണ് വെറും 9 ലക്ഷത്തിന് ഒതുങ്ങിപ്പോകുന്നത്. അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഫണ്ട് തിരിച്ച് കിട്ടില്ല. അതെല്ലാ കാലവും അടക്കുക തന്നെ വേണം. പിന്നെ ഒരു അത്യാവശ്യം വന്നാൽ നമുക്കത് വലിക്കാനും പറ്റാതെ ലോക്ക്ഡാണ് ഇത്തരം ഫണ്ടുകൾ എന്നുള്ളത് സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. മറ്റൊരാവശ്യമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.